നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2 ഫൈനലുകൾ, 2 ഗോളുകൾ, 2 കിരീടങ്ങൾ. യെസ്, കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിൽ പൊളിച്ചെടുക്കുകയാണ്. അല്ലെങ്കിലും ഫൈനലിൽ ഗോൾ അടിക്കുക എന്നുള്ളത് എംബാപ്പയുടെ സ്ഥിരം പരിപാടികളിലൊന്നാണ്. ഇതേ ലുസൈൽ സ്റ്റേഡിയത്തിലെ വേൾഡ് കപ്പ് ഫൈനലിൽ 2022 അവൻ പൊളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അർജൻറ്റീനയെ വിറപ്പിച്ചവൻ 3 ഗോളുകളാണ്, ഹാട്രിക്കാണ് ഫൈനലിൽ നേടിയത്. കൂടാതെ പെനാൽറ്റി വിദഗ്ധനായിട്ടുള്ള എമി മാർട്ടിനസിൻ്റെ വലയിലേക്ക് റെഗുലർ ടൈമിലെയും എക്സ്ട്രാ ടൈമിലെയും പെനാൽറ്റികൾ കൂടാതെ പെനാൽറ്റി ഷൂട്ടൗട്ടിലും അവൻ ഗോളടിച്ച് കയറ്റി. അങ്ങനെ ഫൈനലിൽ ഗോളടിക്കുന്നത് സ്ഥിരമാക്കിയവൻ ഇതാ റയൽ മാഡ്രിഡിലേക്ക് എത്തിയിട്ടും ആ പതിവ് തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലത്തെ ഗോളിനെ കുറിച്ച് എംബാപ്പെ പറഞ്ഞത് എൻ്റെ കരിയറിലെ ബുദ്ധിമുട്ടേറിയ ഗോളൊന്നും അല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ ആ ഗോളിനെ കുറിച്ച്. പക്ഷേ വിനിയും ബെല്ലിങ്ങാമും ഒക്കെ കളിച്ച കളി ഏറെ മികച്ചതായിരുന്നു എന്നാണ്. ശരിയാണ്, അത് വിനി വല്ലാത്ത രൂപത്തിലുള്ളൊരു മികവ് കാണിച്ച് കൊടുത്ത പന്താണ്. അതിൽ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത്, സമ്മതിക്കുന്നു. എന്നാൽ പോലും ഒരു നമ്പർ 9 ചെയ്യേണ്ട റോൾ അവൻ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 2 ഫൈനലുകൾ, യെസ്, യുവേഫ സൂപ്പർ കപ്പ് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ മത്സരം അതായിരുന്നു. അതിൽ ഗോളടിക്കുന്നു, റയൽ മാഡ്രിഡ് കിരീടം ചൂടുന്നു. രണ്ടാമത്തെ ഫൈനൽ ഇപ്പോൾ ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫൈനൽ, അതും വിശ്വകിരീടം. ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പാണ്. ഇതുവരെ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നറിയപ്പെട്ടിരുന്ന ടൂർണമെൻറ്റ് പേര് മാറ്റി ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്നാക്കി. ആ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിലും അവൻ ഫൈനലിൽ ഗോളടിക്കുന്നു, കിരീടം ചൂടുന്നു. സോ ദാറ്റ് ഈസ് കിലിയൻ എംബാപ്പെ ഇൻ റയൽ മാഡ്രിഡ്. 2 ഫൈനൽസ്, 2 ഗോൾസ്, 2 ട്രോഫീസ്. ഇനി എത്ര ഫൈനലുകൾ, എത്ര കിരീടങ്ങൾ പിറകെ വരാനുണ്ട്? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.